ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാടമുട്ട വെച്ച് ഒരു മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മപ്പാസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കാണാം ഇതെങ്ങനെ റെഡിയാക്കാം എന്ന്. അപ്പോൾ ഏറ്റവും മുമ്പ് നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നീളത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഞാനൊരു 10-15 വെളുത്തുള്ളി നീളത്തിൽ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നീളത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇത് രണ്ടും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 2 മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നീളത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നീളത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക്, കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് നീളത്തിൽ കട്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു പിങ്ക് കളറായി വരുന്ന വരെ, സവാളേൻ്റെ കളർ ഒരു പിങ്ക് കളറായി വരുന്ന വരെ ഇത് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മളുടെ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാൻ വേണ്ടി. മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത് മൂന്നും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണം പോണ വരെ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നീളത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ മാത്രം വേവിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഒരുവിധം സോഫ്റ്റായി വരും. തക്കാളി ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പം നമ്മൾ ഇട്ട തക്കാളി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കാടമുട്ട ഇട്ട് കൊടുക്കാം. കാടമുട്ട നമ്മൾ പുഴുങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാടമുട്ട ഇങ്ങനെ വെന്ത് വരുമ്പോൾ അത് പൊട്ടാണ്ട് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യണ സമയത്ത് സൂക്ഷിക്കുക, മുട്ട പൊട്ടിപ്പോവരുത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നന്നായിട്ട് ആ മസാല ഒക്കെ മുട്ടയിൽ പിടിക്കും. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. തേങ്ങേൻ്റെ 1-ാം പാലാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോണത്. ഗ്യാസ് ഓഫ് ആക്കാം. നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്. ഒരിക്കൽ കൂടി എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാടമുട്ട മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ദോശേൻ്റെ കൂടെ, നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കാടമുട്ട മപ്പാസിൻ്റെ റെസിപ്പിയാണ്.
അപ്പോൾ ഈ ഒരു മപ്പാസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ഓളിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെസിപ്പീസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.